നാടൊന്നാകെ നടുങ്ങിയ ഒരു ദുരന്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. 9 ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. UPSC അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന വലുതും ചെറുതുമായ 100 കണക്കിന് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ രാജേന്ദ്രനഗറും പരിസര പ്രദേശങ്ങളും. ഇവിടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി IASകാർക്ക് പരിശീലനം നൽകിയ ചരിത്രമുള്ള റാവൂസ് IASും പ്രവർത്തിക്കുന്നത്. ഈ പ്രമുഖ സ്ഥാപനമാണ് കഴിഞ്ഞ രാത്രിയിൽ 3 വിദ്യാർത്ഥികൾ ദാരുണമായി മുങ്ങിമരിക്കാൻ ഇടയാക്കിയത്. ഇന്നലെ വൈകിട്ട് 7:30 പെയ്ത ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ഒരു 10-40 ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേരെ NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മാത്രം തുറക്കാവുന്ന വാതിൽ വിദ്യാർത്ഥികൾക്ക് മരണക്കുരുക്കായി. പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തിരുവനന്തപുരം സ്വദേശിയും JNU വിദ്യാർത്ഥിയുമായ നെവിൻ ഡാൽവിൻ, UP സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആറമ്മൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അകാരണമായി വൈകുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. और यहाँ के जो मुझे जानकारी मिली थी कि सुबह 9 बजे पोस्टमार्टम स्टार्ट हो जाएगा और अभी तक स्टार्ट नहीं हुआ, तो आपके माध्यम से एक तो इसको प्रक्रिया को थोड़ा जल्दी करा दें. मैं रहने वाला अम्बेडकर नगर का हूँ, तो मुझे वहाँ जाना है. 800 किलोमीटर दूर है. സ്ഥാപനത്തിന് മുന്നിൽ രാത്രി ആരംഭിച്ച പ്രതിഷേധം അനുനിമിഷം ശക്തമായി. പിന്തുണയുമായി എത്തിയ സ്വാതി മാലിവാൾ, ദേവേന്ദ്ര യാദവ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പ്രധാന റോഡിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികൾ കരോൾ ബാഗിൽ 1 മണിക്കൂറിലേറെ റോഡ് ഉപരോധിച്ചു. DCP M ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ രോഷം അണപൊട്ടിയപ്പോൾ തിരക്കേറിയ കരോൾ ബാഗിൽ പ്രധാന റോഡ് 1 മണിക്കൂറിലേറെ സ്തംഭിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും വഴങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. തുടർന്ന് നടപടിയിലൂടെയാണ് വിദ്യാർത്ഥികളെ പോലീസ് ഇവിടെ നിന്നും മാറ്റിയത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് വലിച്ചിഴച്ച് ബസ്സുകളിലേക്ക് കയറ്റുകയായിരുന്നു. എന്നാൽ പ്രതിഷേധം ഉടനടി വീണ്ടും ശക്തമാക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. സ്ഥാപനയുടമയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തതായും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അധികൃതർക്ക് മുന്നിൽ വെക്കുമെന്നും DCP M ഹർഷവർദ്ധൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പട്ടേൽ നഗറിൽ വിദ്യാർത്ഥി റോഡിൽ ഷോക്കേറ്റ് മരിച്ചതും കഴിഞ്ഞ മാസം മുഖർജി നഗറിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തവും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ ധനസഹായം, ഒപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി തുടങ്ങിയ 9 ആവശ്യങ്ങളാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ കൂടി ജീവൻ പൊലിയാൻ ഇടയാക്കരുത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മോഹൻകുമാറിനും ജിജീന്ദ്രനുമൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. കർശന നടപടി ഉണ്ടാകണം.